നമസ്കാരം. ഫുട്ബോൾ ലോകകപ്പ് നോക്കൌട്ട് ഘട്ടത്തിലെത്തുമ്പോൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരം നടക്കുകയാണ്. ബ്രസീൽ ആരാധകർക്ക് ചങ്കിടിപ്പുള്ള ദിവസമാണ്. കാരണം അവർക്ക് ശക്തരായിട്ടുള്ള ഒരു എതിരാളി ലോക റാങ്കിങ്ങിൽ 17ാമതുള്ള ഏഷ്യൻ രാജ്യമായിട്ടുള്ള ജപ്പാനാണ്. ജപ്പാൻ അവരുടെ ഫുട്ബോൾ ശൈലി എല്ലാം ബ്രസീൽ ആരാധകർക്ക് അല്പം ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ കരുത്തോടുകൂടിയാണ് ബ്രസീൽ ഈ ടൂർണമെന്റിൽ ഓരോ മത്സരവും പൂർത്തിയാക്കുന്നത്. ആദ്യ മത്സരത്തിലെ പിഴവുകൾ രണ്ടാം മത്സരത്തിൽ പരിഹരിച്ച് രണ്ടാം മത്സരത്തിലെ വീഴ്ചകൾ മൂന്നാം മത്സരത്തിൽ തിരുത്തി മുന്നേറുന്ന ഒരു സംഘം. ആഞ്ചലോട്ടിക്കും ആ തന്ത്രങ്ങളിൽ അദ്ദേഹം പുലർത്തുന്ന മികവും അതാണ് ബ്രസീലിലെ പ്രധാന പ്രതീക്ഷ. എന്നാൽ ജപ്പാനെതിരെ ഇന്ന് മത്സരത്തിന് ഇറങ്ങാൻ പോവുകയാണ്. നോക്കൌട്ടിൽ ബ്രസീൽ പരസ്പരം ഏറ്റുമുട്ടിയ 7 മത്സരങ്ങളിൽ 6ലും ജയിച്ചു എന്നുള്ളതിന്റെ ആത്മവിശ്വാസം ബ്രസീലിനുണ്ട്. പക്ഷേ അവസാന മത്സരത്തിൽ ജപ്പാനെ തോൽപ്പിച്ചു എന്നുള്ളതാണ്, ജപ്പാന് ജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏഷ്യൻ ടീമിന്റെ ആത്മവിശ്വാസം. ഹൂസ്റ്റണിൽ രാത്രി 10:30 കിക്ക് ഓഫ്. 5 തവണ ലോക കിരീടം ചൂടിയ ബ്രസീൽ തങ്ങളുടെ 6ാം കിരീടം എന്ന ലക്ഷ്യത്തിലേക്കാണ് ചുവടുവെക്കുന്നത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ മികച്ച പ്രകടനം പുറത്തെടുത്താണ് കാനറിപ്പട നോക്കൌട്ട് സ്റ്റേജിലേക്ക് യോഗ്യത നേടിയത്. ബ്രസീലിന്റെ ഏറ്റവും വലിയ കരുത്ത് അവരുടെ അറ്റാക്കിംഗ് നിരയാണ്. മധ്യത്തിൽ നിന്നുള്ള കൃത്യമായ പാസുകളും വിങ്ങർമാരുടെ മുന്നേറ്റങ്ങളും ഏത് പ്രതിരോധ നിരയെയും തകർക്കാൻ പോകുന്നതാണ്. അതോടൊപ്പം പരിചയസമ്പന്നരായ പ്രതിരോധ താരങ്ങളും ടീമിന് ആത്മവിശ്വാസം നൽകുന്നു. എന്നാൽ പലപ്പോഴും എതിരാളികളുടെ കൗണ്ടർ അറ്റാക്കുകളിൽ ബ്രസീലിയൻ പ്രതിരോധം പതറുന്നതായി കാണാം. ആക്രമണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുമ്പോൾ ഡിഫൻസിൽ വരുന്ന വിടവുകൾ ബ്രസീലിന് വിനയായേക്കാം. മറുവശത്ത് ഏഷ്യൻ ഫുട്ബോളിന്റെ വൻമതിലായ നീല സാമുറായികൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കൽപ്പുള്ളവരാണ്. ചരിത്രത്തിലേക്ക് നോക്കിയാൽ രണ്ടു ടീമും ഏറ്റുമുട്ടിയ 7 മത്സരങ്ങളിൽ 6ലും വിജയം ബ്രസീലിനൊപ്പമായിരുന്നു. എന്നാൽ ചരിത്രമല്ല, ഇപ്പോഴത്തെ ഫോമാണ് തങ്ങളെ നയിക്കുന്നതെന്ന് ജപ്പാൻ വിശ്വസിക്കുന്നു. കൃത്യമായ അച്ചടക്കവും ഒട്ടും വിട്ടുകൊടുക്കാത്ത പോരാട്ട വീര്യവുമാണ് ജപ്പാന്റെ മുഖമുദ്ര. വിങ്ങുകളിലൂടെയുള്ള അതിവേഗ കൗണ്ടർ അറ്റാക്കുകളാണ് പ്രധാന ആയുധം. മുഴുവൻ സമയവും ഊർജ്ജത്തോടെ കളിക്കാനുള്ള താരങ്ങളുടെ കായികക്ഷമതയും എടുത്തു പറയണം. രണ്ട് ടീമും പരസ്പരം ഏറ്റുമുട്ടിയ അവസാന മത്സരത്തിൽ ബ്രസീലിനെ അട്ടിമറിച്ച് വിജയം നേടിയത് ജപ്പാനായിരുന്നു. ആ ഒരു വിജയം നൽകുന്ന മാനസിക മേധാവിത്വം ജപ്പാന് തുണയാകുമോ എന്ന് കാത്തിരിക്കാം. സൂപ്പർ താരം നെയ്മർ ഇന്ന് കളത്തിൽ കൂടുതൽ സമയം ഉണ്ടാകുമെന്നാണ് ബ്രസീലിയൻ കോച്ചിന്റെ പ്രഖ്യാപനം. It was a good experience for us to know that Japan is a really competitive team. They are one of the best team in the world. They are number 17 in the ranking. They beat England in March, so we have completely and totally a full respect of them, and we prepare a game like a final, because it is a final. തീപാർന്നൊരു പോരാട്ടത്തിന് വേദിയാവാൻ പോവുകയാണ് ലോകകപ്പ്. സാമ്പാ നൃത്തച്ചുവടുകളുമായി ബ്രസീൽ മുന്നേറുമോ അതോ നീല സാമുറായികൾ കാനറികളെ വീഴ്ത്തുമോ എന്ന് കാത്തിരുന്നു കാണാം. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. ഫുട്ബോൾ ആരാധകർ കാത്തിരിക്കുന്ന പോരാട്ടം രാത്രി 10:30 എന്നാണ്. ബ്രസീൽ ആരാധകർ ആവേശത്തോടെ ഉറ്റുനോക്കുകയാണ് മത്സരത്തിൽ നെയ്മറുടെ വരവ്. നെയ്മർ ആദ്യ ലെവലിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം. ഇനി ലോകകപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായി കാനഡ പ്രീ ക്വാർട്ടറിലെത്തി. പൊരുതി കളിച്ച ദക്ഷിണാഫ്രിക്കയെ ഇഞ്ചുറി ടൈമിലെ ഒറ്റ ഗോളിലാണ് കാനഡ മറികടന്നത്. ഗോൾ രഹിതമായതിനാൽ എക്സ്ട്രാ ടൈമിലേക്ക് പോകുന്നു എന്ന് തോന്നിയ ഘട്ടത്തിലായിരുന്നു സ്റ്റെഫാൻ യുസ്താക്യോയുടെ ഗോൾ സ്കോറിംഗ്. ദക്ഷിണാഫ്രിക്കയുടെ പ്രതിരോധത്തിലെ പിഴവാണ് സ്റ്റെഫൻ മുതലെടുത്തത്. പെനാൽറ്റി ഏരിയയ്ക്ക് പുറത്തുനിന്ന് സ്റ്റെഫൻ എടുത്ത മനോഹരമായിട്ടുള്ള ഷോട്ട് ഗോൾ കീപ്പറെ മറികടന്ന് വലയിലെത്തി. നെതർലൻഡ്സ് മൊറോക്കോ മത്സരത്തിലെ വിജയികളെയാണ് കാനഡയ്ക്ക് ഇനി അടുത്ത റൗണ്ടിൽ പ്രീ ക്വാർട്ടറിൽ നേരിടേണ്ടത്. കാനഡ ആതിഥേയത്വം വഹിക്കുന്ന ലോകകപ്പാണ്. ആ ലോകകപ്പിലെ ചരിത്ര നേട്ടം അതിൽ ആവേശം കൊള്ളുകയായിരുന്നു. കാനഡ മുഴുവൻ വാൻകൂവറിലും ടൊറന്റോയിലും ഒക്കെ വലിയ ആഘോഷമാണ് നടന്നത്. Beginning I was stressed. I mean, this is Canada's biggest game ever. But you know, the boys showed out today. I mean, I feel like in the second half they took over the game. South Africa, they're a decent team, very physical, but we limited their chances today. I think Canada did a job well done. The atmosphere was amazing. When the goal happened, like it just felt like everything exploded. Just like jumping up, celebrations, and just at the end the dancing, like it was just incredible. It was awesome. I think that Canada being able to score in such a monumental time at a monumental moment, it means so much to the country,
to us. I'm a soccer player, seeing that like in person. It's really great to be here. It's really exciting to see everyone come together. I really hope we can continue to go far. We have some really good momentum. This is a really exciting time for everyone here. So yeah. First time ever, that's pretty good. It was a bit of a boost getting Davis in there, but I think any position they get now is amazing. It's the best ever. ഐസ് ഹോക്കി കൂടുതൽ നെഞ്ചേറ്റുന്നവരാണ് കാനഡക്കാർ. ഒരുപക്ഷേ ഈ ലോകകപ്പിന്റെ ആതിഥേയത്വം വഹിക്കലും ഒപ്പം അവരുടെ ചരിത്രപരമായിട്ടുള്ള മുന്നേറ്റവും ഒക്കെ ഫുട്ബോളിന് ആ മണ്ണിൽ കൂടുതൽ ഊർജ്ജം നൽകും. ഒരു വളക്കൂറുള്ള മണ്ണായി കാനഡ മാറുമെന്ന് പ്രതീക്ഷിക്കുകയും സൂപ്പർ അഷ്റഫ് എന്ന ബാവാക്ക അക്ഷരാർത്ഥത്തിൽ ഫുട്ബോളിന്റെ ഒരു എൻസൈക്ലോപീഡിയയാണ്. ആദ്യകാലത്തെ തുണി ഫുട്ബോളും റബ്ബർ ഫുട്ബോളും പണ്ടത്തെ ഫുട്ബോൾ വാർത്തകളുടെ ശേഖരം, അങ്ങനെ ഫുട്ബോളിനെ സ്നേഹിക്കുന്നവർ നിധി പോലെ കാണുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട് ഈ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ. മുൻ ഫുട്ബോൾ താരവും 7 സംഘാടകനുമായിട്ടുള്ള സൂപ്പർ അഷ്റഫ് എണ്ണം പറഞ്ഞ ബ്രസീൽ ആരാധകനുമാണ്. എന്നാൽ ഇക്കുറി മറ്റൊരു ടീം ലോകകപ്പ് നേടണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അതിനൊരു കാരണവുമുണ്ട്. കാണാം മലപ്പുറത്ത് നിന്ന് CV അനുമോദിന്റെ റിപ്പോർട്ടിലേക്ക്. ഫുട്ബോളിനെ ജീവശ്വാസമാക്കുന്നവരാണ് മലപ്പുറത്തുകാർ. എന്നാൽ ഫുട്ബോളിനെ ജീവശ്വാസവും ഹൃദയമിടിപ്പും എല്ലാമാക്കിയ ഒരാളുണ്ട് ഇവിടെ. നമ്മളുള്ളത് മലപ്പുറത്തെ ആദ്യകാല ഫുട്ബോൾ താരവും 7th താരവും ഒക്കെ ആയിട്ടുള്ള ഫുട്ബോളിൻ്റെ ചരിത്രവും അദ്ദേഹത്തെ ഫുട്ബോളിനെ കുറിച്ച് അറിയാത്തതായിട്ട് ഒന്നുമില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ വീട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ പേര് സൂപ്പർ അഷ്റഫ് എന്ന ബാവാക്ക. മലപ്പുറംകാർക്ക് ചിരപരിചിതനാണ്, പരിചയപ്പെടുത്തേണ്ട ആവശ്യമേ ഇല്ല. അദ്ദേഹം ഫുട്ബോളിൻ്റെ വലിയൊരു ചരിത്രകാരൻ കൂടിയാണ്. ഇപ്പോൾ ഈ ലോകകപ്പിൻ്റെ സമയത്ത് അദ്ദേഹത്തിനെ കാണാനും അദ്ദേഹത്തിൻ്റെ ലോകകപ്പിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ചേടാനും ഒപ്പം ഈ ചരിത്രമൊക്കെ ഒന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കാനൊക്കെ ആയിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. ബാവാക്ക ഇവിടെ ഉണ്ട്. ബാവാക്ക, അപ്പോൾ നമ്മളിങ്ങനെ വരുന്ന വഴിക്ക് തന്നെ സൂപ്പർ ഹൗസിലാണ്, സൂപ്പർ മയമാണ് ഇവിടെ എല്ലാം. സൂപ്പർ ഹൗസ് എന്നാൽ എൻ്റെ ഈ കളി വീട് എന്നുള്ള അർത്ഥത്തിലാണ് സൂപ്പർ ഹൗസ് അറിയപ്പെടുന്നത്. നാട്ടിലൊക്കെ കളിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് എന്നുള്ള ധാരണയാണ് എല്ലാവർക്കും. അത് ഒരു പരിധി വരെ ശരിയാണായിരുന്നു. എൻസൈക്ലോപീഡിയ എന്നൊക്കെ പറയുന്ന പോലെ ശരിയാണ്. നമ്മളിവിടെ എത്തുമ്പോൾ കാണുന്നത് നിറയെ ട്രോഫികളും അതേപോലെ അങ്ങേക്ക് കിട്ടിയ പുരസ്കാരങ്ങളും ഒക്കെ ഉണ്ട്. ഇത് ആദ്യത്തെ ട്രോഫി ഇതായിരിക്കും അല്ലേ? ഫസ്റ്റ് ട്രോഫി കാണുന്നത് ഈ ചെറിയ ട്രോഫിയാണ്. 1979 ഈ ട്രോഫിയാണ് ആദ്യമായിട്ട് എനിക്ക് ബെസ്റ്റ് സ്റ്റോപ്പർ എന്ന് പറഞ്ഞിട്ട് ടീമിന് കിട്ടിയതല്ല, അത് വ്യക്തിപരമായിട്ട് കിട്ടിയ ട്രോഫിയാണ്. പക്ഷെ അതൊരു ലോക്കൽ ടൂർണമെന്റ് ആണ്. അവിടുന്ന് അങ്ങോട്ടുള്ള കളിച്ച് കിട്ടിയ ട്രോഫികളാണ് ഈ കാണുന്ന മുഴുവൻ ട്രോഫികളും. അങ്ങേക്ക് കിട്ടിയതുണ്ട്, സൂപ്പറിന് കിട്ടിയതുകൊണ്ട് എനിക്ക് ഇൻഡിവിജ്വലായിട്ട് കിട്ടിയതുണ്ട്. അതെല്ലാം ഞാൻ സ്വരൂപിച്ച് വെച്ചു എന്ന് മാത്രം. ഓക്കെ. ഏകദേശം എത്ര വർഷത്തോളം അങ്ങ് സജീവമായിട്ട് കളത്തിൽ നിറഞ്ഞു കളിച്ചു? ഞാൻ 79 തൊട്ട് ഞാൻ ഏറെക്കുറെ ഒരു 45 വയസ്സ് വരെ. 45 വയസ്സിൽ ഞാൻ റിട്ടയർമെൻ്റ് അടിച്ചിട്ട് സ്വന്തം വിങ്ങിൽ കളിച്ചിരുന്ന മറ്റൊരു പ്ലെയർ സ്റ്റോപ്പർ ബാക്കിലേക്ക് മാറി കളിച്ചു. അങ്ങനെ ടീമിൻ്റെ അത് നിലനിർത്തിക്കൊണ്ട് പിൻവാങ്ങി. പിന്നെ ടീമിനൊപ്പം തന്നെ തുടർന്നു. പിന്നെ സംഘാടകനായിട്ടും മറ്റേ കോച്ചായിട്ടും ഒരുപാട് സ്കൂളും കോളേജിലും അവിടെ ഇവിടെയൊക്കെ പോയി ക്ലാസ് എടുത്തിട്ടും അങ്ങനെ മുന്നോട്ട് പോയി. നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ ഇന്നത്തെ തലമുറയ്ക്കൊന്നും ഒരുപക്ഷെ പറഞ്ഞാൽ മനസ്സിലാവാത്ത, കണ്ടാൽ പോലും മനസ്സിലാവാത്ത ഒരുപാട് ചരിത്രം അങ്ങയുടെ തെളിവുകളായിട്ട് അങ്ങ് ശേഷിപ്പിലായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഒരുപാട് തെളിവുകൾ ഇവിടെ ഒരുപാട് സ്കൂൾ കോളേജ് കുട്ടികളൊക്കെ വരാറുണ്ട്. ഇപ്പോൾ പല കോളേജുകളും സ്കൂളുകളിലൊക്കെ തന്നെ പല അതർ സ്റ്റേറ്റിലുള്ള കുട്ടികൾ വരെ ഇവിടെ വന്നിട്ടുണ്ട്. അവർ ഈ റിസർച്ച് ചെയ്യാന്ന് പിന്നെ സെവൻസ് എന്താണ് സെവൻസ്, മലപ്പുറത്ത് എന്താണ് അതിന് ഇത്ര വലിയ ആരവം. അപ്പോൾ അതിനെക്കുറിച്ച് അവർ റിസർച്ച് നടത്തുമ്പോൾ അവരതിൻ്റെ അന്വേഷണം തേടി ഇവിടെ വരാറുണ്ട്. ഒരുപാട് ചരിത്രങ്ങൾ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ആയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ആൽബം അല്ല, ഇതുപോലെ 10ഓ 15ഓ ആൽബങ്ങൾ എൻ്റെ കൈവശമുണ്ട്. അത് നിൽക്കുന്ന കൈപ്പെട്ട ആൽബങ്ങളാണ്. പഴയ വാർത്തകളും അല്ലേ, പഴയ വാർത്തകള്, കാര്യങ്ങള്, ഇതൊക്കെ ഞാൻ അന്ന് ദൈവത്തിന്റെ കൈ മറഡോന്റെ അന്ന് എടുത്തു വെച്ചതാണ്. പോർച്ചുഗലിലേക്ക് മലപ്പുറം വഴി, അതുപോലെ തന്നെ കോട്ടപ്പടി മൈതാനം സംരക്ഷിക്കാൻ ഇങ്ങനെ കൊളീന മറഡോന്റെ ഒരു ജയാരമാണ്.
ഇതിലെനിക്ക് കൗതുകം തോന്നുന്നതാണ് ഇരട്ട പേരിന് ഇരട്ടി മധുരം. പെലേന്റെ പേര് ഏകദേശം ഒരു വരി വരും. പെലെയുടെ പേരെന്താന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് വായിക്കാം. പെലെ എന്നത് ഇരട്ടപ്പേരാണ്. അദ്ദേഹത്തിന് ശരിക്കുള്ള പേര് എഡ്സൺ അരാൻഡസ് ഡി നാസിമെന്റോ എന്നാണ്. ഈ പേര് അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ലോകം ആ പേര് ഏറ്റെടുത്തപ്പോൾ അയാൾക്ക് അതിന് പിന്മാറാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ പറഞ്ഞു പെട്ടുപോയേനെ. അതുകൊണ്ട് അത് അങ്ങനെ ഈ ഇരട്ട പേരുകള് പിന്നെ നാട്ടിലുള്ള തൃശ്ശൂരൊക്കെ എല്ലാ കളിക്കാർക്കും ഇരട്ട പേരുണ്ട്. മലപ്പുറത്തും ഒരുപാട് പേർക്ക് ഇരട്ട പേരുകളുണ്ട്. ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ പഴയ ഇതെന്താണ്, ഇത് വാഴയിലപ്പന്താണ്. ഇലപ്പന്ത് എന്ന് പറയും പഴയ കാലത്ത് മുതിർന്ന ആളുകളും പറഞ്ഞിരുന്ന ഇലപ്പന്ത് എന്നാണ്. വാഴ ഇലയും ഉണങ്ങിയ വാഴയിലയും പിന്നെ ചുരുട്ടി ഉണങ്ങിയ വാഴനാര് കൊണ്ട് വരിഞ്ഞു കെട്ടി ഉണ്ടാക്കുന്ന ഒരു ബോളാണ്. ഇതോട് കളിച്ചിട്ടുണ്ട്. ഇലപ്പന്ത് ഇതുകൊണ്ടാണ് കളിച്ചിരുന്നത്. ചെറുപ്പം തൊട്ടേ കളിച്ചിരുന്നത്. ഞാനൊക്കെ അടക്കം പ്രത്യേകിച്ച് എൻ്റെ വീട്ടുമുറ്റത്തും പിന്നെ പുഴയോരത്തും ഒക്കെ കളിച്ചിരുന്നത് ഈ പന്ത് ഉപയോഗിച്ച. ഇത് അഴിഞ്ഞു പോകില്ല. ഇതിന് ജീവല്ല. വീണ് കഴിഞ്ഞാൽ ബോൾ പൊന്തില്ല, അവിടെ കിടക്കും. ഇത് പിന്നെ പക്ഷെ എന്നിരുന്നാലും ഒരു ഫുട്ബോളിന്റെ അന്നത്തെ കാലത്ത് ഫുട്ബോള് നമുക്ക് കിട്ടാത്തൊരു കാലഘട്ടമല്ല. സ്വപ്നത്തിൽ കാണുന്ന ഒരു സാധനമാണ് ഫുട്ബോൾ. അപൂർവമായിട്ടല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്ര വലിപ്പത്തിലൊരു സാധനം കളിക്കാനുള്ള ആഗ്രഹം അതേ വലിപ്പത്തിലേക്ക് ഇതുപോലുള്ള ഇതിന് ജീവൻ കൊടുത്തിട്ടാണ് തുടങ്ങിയത്. ആരാധകർക്കൊക്കെ കാത്തിരിക്കാം അവരുടെ ഇഷ്ട ടീം അവസാന റൗണ്ടിലെത്തി കപ്പ് നേടുന്നവരേക്ക്. എന്താണെങ്കിലും ബ്രസീൽ ആരാധകനായ ബാവാക്കായുടെ ആ ഒരു ആഗ്രഹം പോലെ CR7 നേടുമോ ഇല്ലയോ എന്നൊക്കെ കണ്ടു തന്നെ അറിയാം. നമുക്ക് ഫുട്ബോളിൻ്റെ ആരാധകർക്ക് എപ്പോൾ വേണമെങ്കിലും ഫുട്ബോളിനെ കുറിച്ച് എന്തറിയാനും ഇവിടേക്ക് എത്താമെന്ന് കൂടി അദ്ദേഹം ഒന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മളെ. അഖിലോട്ട് പാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. സ്കോട്ട്ലൻഡ് ഫുട്ബോളിന് ഇതൊരു യുഗത്തിന്റെ അവസാനമാണ്. 28 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം സ്കോട്ട്ലൻഡിനെ ലോകകപ്പിലേക്ക് നയിച്ച മുഖ്യ പരിശീലകൻ സ്റ്റീവ് ക്ലാർക്ക് പടിയിറങ്ങി. 2026 ഈ ലോകകപ്പിൽ നിന്ന് സ്കോട്ട്ലൻഡ് പുറത്തായതിന് പിന്നാലെയാണ് ആ പ്രഖ്യാപനം. സ്കോട്ടിഷ് ഫുട്ബോളിനെ വിജയവഴിയിലേക്ക് തിരികെ നടത്തിയ ജനപ്രിയ പരിശീലകൻ സ്റ്റീവ് ക്ലാർക്ക് തന്റെ 7 വർഷത്തെ നീണ്ട പരിശീലന ദൌത്യം അവസാനിപ്പിച്ചു. 2026 ഫിഫ ലോകകപ്പിന്റെ ഗ്രൂപ്പ് ഘട്ടത്തിൽ നിന്നും ടീം പുറത്തായതിനു പിന്നാലെ ശനിയാഴ്ചയാണ് സ്കോട്ടിഷ് ഫുട്ബോൾ അസോസിയേഷൻ ഈ വാർത്ത പുറത്തുവിട്ടത്. 1998 ശേഷം സ്കോട്ട്ലൻഡ് ഒരു പ്രധാന അന്താരാഷ്ട്ര ടൂർണമെന്റിനായി വിദേശത്തേക്ക് യാത്ര തിരിക്കുന്നത് ആദ്യമായിട്ടായിരുന്നു. മുൻപ് നൽകിയ ഒരു അഭിമുഖത്തിൽ ഇത്രയും നാളത്തെ കാത്തിരിപ്പിന് ശേഷം ലോകകപ്പ് വേദിയിലെത്താൻ കഴിഞ്ഞതിൽ വലിയ ആവേശവും അഭിമാനവുമുണ്ടെന്ന് ക്ലർക്ക് വ്യക്തമാക്കിയിരുന്നു. 2 തവണ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് യോഗ്യത നേടിത്തന്നതിനൊപ്പം സ്കോട്ട്ലൻഡിനെ വീണ്ടും ഒരു ലോകകപ്പ് വേദിയിൽ എത്തിച്ചതും അദ്ദേഹത്തിന്റെ തന്ത്രങ്ങളായിരുന്നു. ഇത്തവണ 48 ടീമുകളായി ലോകകപ്പ് വിപുലീകരിച്ചതിനാൽ സ്കോട്ട്ലൻഡിന് ചരിത്രത്തിലാദ്യമായി നോക്കൌട്ട് ഘട്ടത്തിലേക്ക് കടക്കാൻ വലിയ സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ ഗ്രൂപ്പ് സിയിൽ ഹെയ്തി, മൊറോക്കോ, ബ്രസീൽ എന്നിവർക്കെതിരെ കളിച്ച അവർക്ക് 3-ാം സ്ഥാനത്തെത്താനേ കഴിഞ്ഞുള്ളൂ. തുടർന്ന് മറ്റു ഗ്രൂപ്പുകളിലെ മത്സരഫലങ്ങളും തിരിച്ചടിയായതോടെ ടീം പൂർണ്ണമായും ടൂർണമെന്റിൽ നിന്നും പുറത്താവുകയായിരുന്നു. പദവി ഒഴിഞ്ഞുകൊണ്ടുള്ള വിടവാങ്ങൽ സന്ദേശത്തിൽ സ്റ്റീവ് ക്ലാർക്ക് വികാരാധീനനായി. ഈ യാത്രയിലെ ഏറ്റവും പ്രയാസമേറിയ ഭാഗം തന്റെ കളിക്കാരോട് വിട പറയുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. 2019 മുതൽ ഇന്നുവരെ തങ്ങൾക്കുണ്ടായ എല്ലാ നല്ല ഓർമ്മകൾക്കും കാരണം കളിക്കാരാണെന്നും ജനങ്ങളുടെ എല്ലാ പ്രശംസയ്ക്കും അവർ അർഹരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അവരുടെ ഗാഫർ എന്ന് വിളിക്കപ്പെടാൻ കഴിഞ്ഞത് വലിയൊരു ബഹുമതിയായി കാണുന്നുവെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം തന്റെ പിൻഗാമിയായി വരുന്ന വ്യക്തിക്ക് ആശംസകളും നേർന്നു. A long time since 1998 when we actually travelled abroad to be involved in a major tournament like this. It's why the nation's so excited, I think. ഒരു മികച്ച ടീമിനെ വാർത്തെടുത്ത ശേഷമാണ് ക്ലർക്ക് മടങ്ങുന്നത്. അദ്ദേഹത്തിന്റെ പകരക്കാരനായി ഇനി ആരാകും സ്കോട്ടിഷ് പടയുടെ തലപ്പത്തേക്ക് വരികയെന്നത് വരും ദിവസങ്ങളിൽ അറിയാം. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. ബ്രസീൽ ജപ്പാൻ മത്സരത്തിന്റെ വിശേഷങ്ങളുമായി ഫുട്ബോളും രാത്രി 8 മണിക്കെത്തും.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.